മറ്റെങ്ങുമില്ലാത്ത ചില വിശേഷങ്ങൾ കേട്ടറിഞ്ഞാണ് ഭരണി തലേന്ന് ഞാൻ ചെട്ടികുളങ്ങരയിലേക്ക് ചെന്നത്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നിറയെ ഉണക്കക്കൊഞ്ചും ഇളം മാങ്ങയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഇവിടുത്തെ ഭരണിനാളിൽ ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും കൊഞ്ചും മാങ്ങയും കറി വെച്ച് കഴിക്കുമത്രേ. ഉണക്കക്കൊഞ്ച് 100 ഗ്രാമിന് 70 രൂപ, അതായത് കിലോയ്ക്ക് 700 രൂപ. മാങ്ങ കിലോയ്ക്ക് 100 രൂപ മാത്രം. കിളിച്ചുണ്ടൻ മാങ്ങയാണ് ഈ കറിക്ക് ഉത്തമം. അതിന് കിലോയ്ക്ക് 200 രൂപ വിലയുണ്ട്. പ്രശസ്തമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രമാണിത്. ഇവിടെ ഭരണിക്ക് പ്രധാനമാണ് കെട്ടുകാഴ്ചകൾ. ഇവിടെ കാഴ്ചക്കണ്ടത്തിലാണ് കെട്ടുകാഴ്ചകളുണ്ടാകുന്നത്. അതേപോലെ കുത്തിയോട്ടം. ഈ 2 കാര്യങ്ങൾക്കും പ്രശസ്തമാണ് ഈ ക്ഷേത്രം. യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കെട്ടുകാഴ്ച എന്ന് പറയുന്നു. അതേപോലെ നരബലിയുടെ ഓർമ്മയ്ക്കാണ് കുത്തിയോട്ടം എന്ന് പറയുന്നു. ഇത് രണ്ടിനും വളരെ പ്രശസ്തമായ ക്ഷേത്രമാണിത്. ഈ ഭരണി ദിവസം ഇവിടെ വലിയ ജനക്കൂട്ടമായിരിക്കും. വലിയൊരു ഉത്സവം, അതായത് ഓണാട്ടുകരയുടെ മഹോത്സവം എന്നാണ് ഇതിനെ പറയേണ്ടത്. രാവിലെ 7 മുതൽ കുത്തിയോട്ടം വരവാണ് ക്ഷേത്രത്തിലേക്ക്. പാട്ടുകളും ചുവടുകളും ചേർന്ന ഒരു അനുഷ്ഠാനമാണ് കുത്തിയോട്ടം. ദാരിക നിഗ്രഹത്തിന് ശേഷം ഭദ്രകാളിയുടെ കലിയടങ്ങുന്നില്ല എന്ന് കണ്ട് ദേവകൾ ശ്രീ പരമേശ്വരനോട് സഹായം അഭ്യർത്ഥിച്ചു. ഭഗവാൻ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ശിശുക്കളാക്കി കൈലാസ കവാടത്തിൽ കിടത്തി. എന്നിട്ട് താണ്ഡവ നൃത്തമാടി. അങ്ങനെ ശിശുക്കളെ കണ്ട് ദേവിയുടെ കോപമടങ്ങി. അപ്പോൾ ഇന്ദ്രാദി ദേവകൾ ഒന്നടങ്കം ഭഗവതിയെ പാട്ടുകൾ പാടി പ്രകീർത്തിച്ചു. ഇങ്ങനെ കുത്തിയോട്ട പാട്ടുകളും ശിവതാണ്ഡവത്തിൽ നിന്നുള്ള ചില ചുവടുകളും ചേർന്ന് കുത്തിയോട്ടം രൂപപ്പെട്ടു എന്ന് പുരാണം. വൈകുന്നേരം 4 മുതൽ 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി ഈ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. 6 കുതിര, 5 തേര്, ഭീമൻ, ഹനുമാൻ എന്നിങ്ങനെയാണ് കെട്ടുകാഴ്ചകൾ. രാത്രിയിൽ കഥകളിയുണ്ട്. വെളുപ്പിനാണ് വേലകളിയും ദേവിയുടെ എഴുന്നള്ളിപ്പും. ഭരണിനാൾ ഏത് വീട്ടിൽ ചെന്നാലും ഭക്ഷണം തരും. അത് ഭക്തർ വഴിപാടായി നടത്തുന്ന പുണ്യപ്രവൃത്തിയാണ്. കെട്ടുകാഴ്ച ഉണ്ടാക്കി ഒരുക്കുന്നിടത്ത് കഴിക്കുവാൻ കഞ്ഞി, അസ്ത്രം, മുതിരപ്പുഴുക്ക്, അവിൽ നനച്ചത്, കടുമാങ്ങ, ഉണ്ണിയപ്പം, പഴം, പപ്പടം എന്നിവ പതിവുണ്ട്. അതുവഴി ആര് വന്നാലും ഇതൊക്കെ അവർക്കും കിട്ടും. ഈ വിധത്തിൽ കൃഷിയുടെ, കരയുടെ, ദേശത്തിൻ്റെ ഒരുമയുടെ ഉത്സവമാണ് കുംഭഭരണി. ചെട്ടികുളങ്ങര ഭരണിയോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്താറുള്ള ഭരണി ചന്തയാണിത്. ഇപ്പോൾ ഭരണി ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൽ ചന്ത. ഇപ്പം നമുക്കറിയാം, നോക്ക് എന്തുമാത്രം സാധനങ്ങളാണെന്നൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടാനുള്ള ഒരു സമയമായി വരികയാണ്. കുംഭത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം നടാം. അതനുസരിച്ചുള്ള നടീൽ വസ്തുക്കളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ചേന, ചേമ്പ്, കാച്ചിൽ, ചെറുകിഴങ്ങ്, നമുക്ക് കറ്റാർ വാഴ, പലതരം കിഴങ്ങുകൾ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. ഉത്സവമായിട്ട് ബന്ധമില്ല, അമ്പലമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പണ്ടേ പറഞ്ഞു വരുന്ന ഒരു ഐതിഹ്യമാണ് കൊഞ്ചും മാങ്ങയും വെക്കണമെന്ന്. ഭരണി സമയത്ത് അതൊക്കെ കിട്ടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യങ്ങൾ വിൽക്കുക എന്ന് പറയുന്നത് റെയറാണ്, അപൂർവമാണ്. ഇവിടെ പക്ഷേ അതൊരു വ്യത്യാസമാണ്, വ്യത്യസ്തതയാണ്. ഈ ഭരണിച്ചന്തയിൽ നടാനുള്ള നടീൽ വസ്തുക്കൾ മാത്രമല്ല, കൃഷി ആവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കിട്ടും. മറ്റു സ്ഥലത്ത് കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ കിട്ടും. കുംഭമാസമായല്ലോ. മഴ പെയ്താൽ ചേമ്പും ചേനയും കാച്ചിലും കിഴങ്ങും മറ്റും നടാം. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം എന്ന് പ്രമാണം. താമരക്കുളം, പറക്കോട്, കാർത്തികപ്പള്ളി, മാവേലിക്കര എന്നിങ്ങനെ ചെട്ടികുളങ്ങരയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വിളഞ്ഞ ഗുണമേന്മയുള്ള വിത്തുകളാണിവ. ഇതൊക്കെ വാങ്ങുവാൻ ദൂരെ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. വിത്തുകൾ മാത്രമല്ല, കൈത്തൂമ്പ, മൺവെട്ടി, കൂന്താലി, തൂമ്പാക്കൈ, ചിരവ, പറ, നാഴി, ഉലക്ക, ആവണിപ്പലക തുടങ്ങിയ പല സാധനങ്ങളും ഇവിടെ കിട്ടും. ചെരുപ്പിന് പകരം പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന മെതിയടിയും ഞാൻ ഭരണിച്ചന്തയിൽ കണ്ടു. കൂടുതൽ കൗതുകം തോന്നിയത് പുറംചൊറിയാൻ ഉപകരിക്കുന്ന മുളയിൽ തീർത്ത ഒരു സാധനം കണ്ടപ്പോഴാണ്. ഇപ്പൊ നോക്ക്, എത്ര കടകളാണെന്ന് നോക്കിയേ, എത്ര കടകളാണ്. ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല. ശരിയാണ്. അടുത്ത വർഷത്തേക്ക് നടാനുള്ള നടുതലകൾ മുതൽ കാർഷിക ഉപകരണങ്ങൾ, അടുക്കള പാത്രങ്ങൾ, പിച്ചാത്തികൾ, വെട്ടുകത്തി, കോടാലി എന്ന് വേണ്ട ഒരു വീട്ടിലേക്കുള്ളതെല്ലാം വാങ്ങാം. ഭരണി കഴിഞ്ഞാൽ 2 ദിവസം കൂടിയേ ഭരണിച്ചന്ത ഉണ്ടാവൂ എന്നോർക്കണം. ചെട്ടികുളങ്ങരയിൽ ഭരണി ദിവസം എല്ലാ വീട്ടിലും കൊഞ്ചും മാങ്ങയും കറി വയ്ക്കുന്ന ശീലമുണ്ട്. ഒരിക്കൽ അമ്മയുടെ അതിഭക്തയായ ഒരു വീട്ടമ്മ കൊഞ്ചും മാങ്ങയും കറി വയ്ക്കുകയായിരുന്നു.
അപ്പോഴാണ് കുത്തിയോട്ട ഘോഷയാത്ര അതുവഴി കടന്നുപോയത്. കൊഞ്ചും മാങ്ങയും കരിയാതെ നോക്കണേ ദേവി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കുത്തിയോട്ടം കാണാൻ പോയി. ഏറെ നേരം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അത് കരിയാതെ പാകമായിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ കൊഞ്ചും മാങ്ങയും കറിക്ക് പിന്നിലെ കഥ. ഞാൻ എൻ്റെ സുഹൃത്തായ വേണുവിനൊപ്പമാണ് ചെട്ടികുളങ്ങരയിൽ പോയത്. അദ്ദേഹം ഏവൂർകാരനാണ്. വേണുവിൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് മധുവും കുടുംബവുമാണ് ഞങ്ങളുടെ രണ്ടുപേർക്കും സ്നേഹസമൃദ്ധമായ ഉച്ചയൂണ് ഒരുക്കിയത്. അവിടെ മധുസാറിൻ്റെ ഭാര്യ വിജയലക്ഷ്മി ഒരുക്കിയ കറികൾക്കൊപ്പം കൊഞ്ചും മാങ്ങയും ഉണ്ടായിരുന്നു. തൂശനിലയിൽ സദ്യവട്ടത്തോടൊപ്പം സ്വാദിഷ്ടമായ കൊഞ്ചും മാങ്ങയും കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചാണ് ഞങ്ങൾ മടങ്ങിയത്. കണ്ണിനും മനസ്സിനും കുളിർമയും മധുരവും നിറയ്ക്കുന്ന നിറവാർന്ന ചെട്ടികുളങ്ങര ഭരണി ഉത്സവം ഒരിക്കൽ കണ്ടാൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും തീർച്ച.